രജനീകാന്ത് കഴിഞ്ഞാൽ സ്റ്റൈല് കൊണ്ടും കഥാപാത്രങ്ങളുടെ സിനിമകളുടെ ആൾക്കൂട്ട ആഘോഷങ്ങൾ കൊണ്ടും തെന്നിന്ത്യയിലെ ഏറ്റവും ജനപ്രിയ നടനാണ് വിജയ്. തമിഴകത്തെ എന്ന പോലെ തന്നെ കേരളത്തിലെ മിക്ക യുവതാരങ്ങളെക്കാളും ആൾക്കൂട്ടത്തെ ഇളക്കി മറിക്കാനും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാനും കഴിവുള്ള നടനാണ് ഇളയ ദളപതി വിജയ്. അതേസമയം തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികന്മാരിൽ ഒരാളാണ് തൃഷ. ഒരു കാലത്ത് ഭൂരിഭാഗം ചെറുപ്പക്കാരുടെയും ക്രഷ് തന്നെയായിരുന്നു ഈ നടി. 20 വർഷത്തിന് മുകളിലായി വെള്ളിത്തിരയിൽ നിറങ്ങി നിൽക്കുകയാണ് തൃഷ. ഇടയ്ക്ക് കരിയർ ശോഭ മങ്ങിയെങ്കിലും തന്റെ രണ്ടാം വരവിലൂടെ നടി വീണ്ടും തിളങ്ങാൻ തുടങ്ങി. നടൻ വിജയ്ക്ക് 50ാം പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടുള്ള നടി തൃഷയുടെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ലിഫ്റ്റിനുള്ളിൽ നിന്നും വിജയ്ക്കൊപ്പമുള്ള ഒരു ചിത്രമായിരുന്നു താരം പങ്കിട്ടത്. കൊടുങ്കാറ്റിലേക്കുള്ള ശാന്തത, ശാന്തതയിലേക്കുള്ള കൊടുങ്കാറ്റ്, ഇനിയും ഒരുപാട് നാഴികക്കല്ലുകൾ എന്നാണ് ഫോട്ടോയ്ക്കൊപ്പം തൃഷ കുറിച്ചത്. എന്നാൽ ഈ പിറന്നാൾ ആശംസ ഇപ്പോൾ പലവിധ അഭ്യൂഹങ്ങൾക്കും ചർച്ചകൾക്കും കാരണമായിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി തൃഷയും വിജയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ഇത്തരം സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാണ് പുതിയ ചിത്രങ്ങൾ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. ഇരുവരും ലീവ് റിലേഷൻഷിപ്പിലാണെന്നാണ് സംശയം ചിലർ പങ്കുവെക്കുന്നത്. തൃഷ പിറന്നാൾ ആശംസിച്ച് പങ്കിട്ട ചിത്രങ്ങൾ വിദേശത്ത് ക്രൂയിസിൽ വെച്ചുള്ളതാണെന്നാണ് ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത്. തൃഷയ്ക്കൊപ്പമുള്ള ഫോട്ടോയിൽ വിജയ് ധരിച്ച ഷൂവും വിമാനത്താവളത്തിൽ വെച്ച് തൃഷ പങ്കുവെച്ച ഫോട്ടോയിൽ കണ്ട കാലിലെ ഷൂവും ഒന്നാണെന്നാണ് ചിലരുടെ വാദം. വിജയുടെ അപ്പാർട്ട്മെന്റിലാണ് തൃഷ കഴിയുന്നതെന്നാണ് മറ്റു ചിലരുടെ കണ്ടെത്തൽ. ഇരുവരും ഒന്നിച്ചുള്ള ചില ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു വാദം ഉന്നയിക്കുന്നത്. അതേസമയം പോസ്റ്റിന് താഴെ വിജയെയും തൃഷയും അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം കമന്റുകൾ നിറയുന്നുണ്ട്. ഇത്രയും പ്രായമുള്ള വിവാഹിതനായ വ്യക്തി എന്തിനാണ് തൃഷയ്ക്കൊപ്പം ഡേറ്റിന് പോയതെന്നാണ് ചിലരുടെ വിമർശനം. ചിലർ ഇരുവരുടെയും റൊമാൻസ് ആഘോഷമാക്കുന്നുണ്ട്. മറ്റു ചിലരാകട്ടെ വിജയുടെ ഭാര്യ സംഗീതയ്ക്കെതിരെയും രംഗത്തെത്തി. സംഗീത നാടകം കളിക്കുകയാണെന്നാണ് ചിലരുടെ പ്രതികരണം. സംഗീതയും വിജയും വേർപിരിഞ്ഞോ എന്നുള്ള അഭ്യൂഹം ശക്തമാണ്. മുൻപ് പൊതുവേദികളിലെല്ലാം ഒരുമിച്ചായിരുന്നു ഇരുവരും എത്തിയിരുന്നത്. എന്നാൽ വിജയ്ക്കൊപ്പം ഇപ്പോൾ സംഗീതയെ കാണാറില്ല. സംവിധായകൻ ശങ്കറിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സംഗീത എത്തിയപ്പോൾ വിജയ് കൂടെ ഉണ്ടായിരുന്നില്ല. മകൻ ജെയ്സൺ സഞ്ജയ്ക്കൊപ്പമായിരുന്നു സംഗീത എത്തിയത്. അതേസമയം വേർപിരിയൽ അഭ്യൂഹങ്ങളോടൊന്നും ഇതുവരെ വിജയോ തൃഷയോ സംഗീതയോ പ്രതികരിച്ചിട്ടില്ല. തൃഷയാകട്ടെ ആരോപണങ്ങൾക്കിടയിലും വിജയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം നിരന്തരം പങ്കുവെക്കാറുമുണ്ട്. 2005 പുറത്തിറങ്ങിയ ഗില്ലിയിലാണ് വിജയും തൃഷയും ആദ്യമായി ഒന്നിച്ച് അഭിനയിച്ചത്. ഇരുവരുടെയും ജോഡി വളരെ പെട്ടെന്ന് ക്ലിക്കായി. ബെസ്റ്റ് ഓഫ് സ്ക്രീൻ കപ്പിൾ എന്ന രീതിയിലായിരുന്നു ഇത് ആഘോഷിക്കപ്പെട്ടത്. പിന്നീട് ആത്തി, തിരുപ്പാച്ചി, കുരുവി എന്നീ സിനിമകളിൽ ഇരുവരും ഒന്നിച്ചെത്തിയിരുന്നു. എന്നാൽ 2008 ശേഷം പിന്നീട് ഇവർ ഒരുമിച്ച് അഭിനയിച്ചിരുന്നില്ല. ഇരുവരും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഇത്. തൃഷയുമായി ഒന്നിച്ച് അഭിനയിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് കുടുംബവും സുഹൃത്തുക്കളും അടക്കം സമ്മർദ്ദം ചെലുത്തിയെന്ന വാർത്തകളും അന്ന് വന്നിരുന്നു. പിന്നീട് 15 വർഷത്തിന് ശേഷം ലിയോ എന്ന സിനിമയിലാണ് ഇരുവരും ഒന്നിച്ചത്.